പി.വി. അൻവറിന്റെ മുന്നണി പ്രവേശനം യു.ഡി.എഫ് ചർച്ച ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കും. സമസ്തയിലെ ഒരു വിഭാഗവുമായുള്ള പ്രശ്നങ്ങളിൽ കാര്യങ്ങൾ അവസാനിച്ചു എന്ന് കരുതേണ്ട. ആ വക വിഷയങ്ങളൊക്കെ അതിന്റെ വഴിക്ക് പോകും. ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഇല്ലെന്നും കുഞ്ഞാലിക്കുട്ടി കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആ വിഷയങ്ങളൊക്കെ ഇപ്പോൾ നാളെ നിയമസഭ തുടങ്ങാൻ പോവാണ്. നിയമസഭ തുടങ്ങിയാൽ എല്ലാവരും തിരുവനന്തപുരത്തുണ്ട്. കൂടുതൽ ആശയവിനിമയങ്ങൾക്ക് സാധ്യത കൂടുതലായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യും. തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യും. യു.ഡി.എഫ് മീറ്റിങ്ങുകളുണ്ടാവും. അടിക്കടി ചർച്ചകളൊക്കെ നടത്താൻ സൗകര്യമുണ്ടല്ലോ. അപ്പോൾ അടുത്ത കാലത്ത് വന്ന റീസെൻ്റായിട്ട് വന്ന യു.ഡി.എഫ് ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ അടുത്ത കാലത്തുണ്ടായ സംഭവവികാസങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളുണ്ട്. അതിൽ ഒന്നാണിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന വിഷയം. അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുടർ ചർച്ച ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് പറയാം. ആ ചർച്ചകളിൽ എന്താണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നുള്ളത് ചർച്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാം. അനന്തമായി ഒരു കാര്യങ്ങളും നീണ്ടുപോകില്ല. ചർച്ചകളൊക്കെ ഉണ്ടാവും. ഈ നിലമ്പൂരിൽ CPIയും ഇടതുപക്ഷവും ഒരു സ്വതന്ത്രനെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പാലക്കാട് മോഡലിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക യു.ഡി.എഫിനെ സംബന്ധിച്ചുണ്ടോ? ഇങ്ങനെ യു.ഡി.എഫ് സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ കൊണ്ടുപോയി മത്സരിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? പാലക്കാട് യു.ഡി.എഫിന് യാതൊരു ആശങ്കക്കും അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് പോയില്ലേ? അതൊക്കെ നിങ്ങൾ ഭാവനയിൽ നിന്ന് കഥ മെനയേണ്ട കാര്യമില്ല. ഇപ്പോൾ തൽക്കാലം ആ കഥകളൊക്കെ നിങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്ന കഥകളായി മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടത്തുന്നുണ്ട്, ചില ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. ഇനിയും മതിയായിട്ടില്ലേ? അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇനിയും മതിയായിട്ടില്ല. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലല്ലോ. അല്ല, അത് ആ കാര്യം ഇന്നലെ പറഞ്ഞതാണ്. ഇനി കേട്ട് അവസാനം നാട്ടുകാർക്ക് പിടിക്കൂല. അതുകൊണ്ട് ഇനി ഇന്നലെ പൂർണ്ണമായ ഒരു അതൊക്കെ അതിൻ്റെ ഒന്നും കാര്യങ്ങൾ അവസാനിച്ചു എന്ന് കരുതണ്ട. ആ വക വിഷയങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോകും.